ഞാനിന്ന് എത്തിയത് നമുക്ക് കണ്ണാടിക്കൽ ചന്ത എന്ന ഒറ്റ നോട്ടത്തിൽ കണ്ടാലോ. ഈ 360 ഡിഗ്രി പോലെ കറങ്ങുന്ന ഈ പെൻഡുലം കണ്ടില്ലേ, ഇതാണ് ഇവിടുത്തെ ഏറ്റവും മോസ്റ്റ് അഡ്വഞ്ചർ റൈഡ് എന്നൊക്കെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാനിന്ന് എത്തിയത് നമ്മളെ കണ്ണാടിക്കലാണ്. ഇവിടെ ചന്ത തുടങ്ങിയിട്ട് ഇന്ന് 6ാമത്തെ ദിവസമാണ്. ഇനി ഒരൊറ്റ ദിവസം കൂടെ ഉള്ളൂ, ഡിസംബർ 31 രാത്രി തന്നെ ഇത് അവസാനിക്കും കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും അഡ്വഞ്ചർ ആയിട്ടുള്ള ഇതിനാണ് കേട്ടോ കൂടുതൽ ഫാൻസ് ഉള്ളത്. ഇത്രയും കാലം ഞാൻ കണ്ണാടിക്കൽ ചന്തയിൽ പോയിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ടാണ് ഈ സാധനം ഞാൻ അവിടെ കണ്ടത്. ഈ റൈഡിൻ്റെ കറക്റ്റ് പേര് അറിയുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. കാരണം ഈ റൈഡ് എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. കാരണം മറ്റുള്ള റൈഡിനെമാതിരി ഒന്നല്ല, എങ്ങോട്ടാണ് പോകുക കാര്യം നമുക്കൊന്നും മനസ്സിലാവില്ല കേട്ടോ. 360 എന്തായാലും കറങ്ങിയും അത് എങ്ങോട്ടും ഇങ്ങോട്ടും പോകും. പിന്നെ അതാ നമ്മൾ ആകാശത്തോണി കറക്റ്റ് തേങ്ങ ഇടാൻ വേണ്ടി പോകുന്നത്, തേങ്ങ ഇല്ലാത്തതിനെ കൊണ്ട് രക്ഷപ്പെട്ട്. പിന്നെ അതാ നമ്മളെ ട്രെയിൻ എന്ന് പറഞ്ഞാൽ കുട്ടികളെ ഒരു ഹരമാണല്ലോ. പിന്നെ അത് അതിൻ്റെ അടുത്തായിട്ട് വേറൊരു യന്ത്രവിജ്ഞാനം കൂടെ ഉണ്ട് കേട്ടോ, 2 യന്ത്രവിജ്ഞാനമുണ്ട്. പിന്നെ കുട്ടികൾ ചാടി കളിക്കുന്നൊരു സംഭവം, ഡിസ്കോ കളിച്ച് നടക്കുന്ന ഡിസ്കോ ഡാൻസ് എന്ന് പറയുന്ന സാധനം. പിന്നെ അതാ കുട്ടികളൊക്കെ അതാ കാറിൽ നല്ല സ്പീഡിൽ പോകുന്ന എന്തൊരു ഭംഗിയല്ലേ. ഇനി നമുക്ക് ഈ ചന്തയിൽ നടക്കുന്ന കച്ചവടങ്ങൾ കണ്ടാലോ. ടെഡ്ഡി ബിയർ ഉണ്ട്, ഉപ്പിലിട്ട മാങ്ങ, അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഉണ്ട്. പിന്നെ കടല, പിന്നെ ചോളം സ്റ്റീം ചെയ്ത് കൊടുക്കുന്നത് തൊട്ടിട്ട് എല്ലാ സംഭവങ്ങളും നമ്മൾ ഈ സർവീസ് റോഡിൻ്റെ 2 സൈഡിലായിട്ട് എല്ലാവിധ കച്ചവടങ്ങളും ഉണ്ട്. നമുക്കൊക്കെ ഒന്ന് ഫ്രീ ആയിട്ട് നൈറ്റ് വാക്ക് ചെയ്തിട്ട് ഈ സ്ട്രീറ്റിൽ കൂടെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച്, അതുപോലെ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ വാങ്ങി കഴിച്ച് ഒന്ന് മൈൻഡൊക്കെ ഫ്രീ ആക്കാൻ പറ്റിയ സംഭവമാണ്. എന്നിട്ടും മൈൻഡ് ഫ്രീ ആയിട്ടില്ലേ, ഇവിടുത്തെ കുറേ അഡ്വഞ്ചർ റൈഡുകളുണ്ട്, അതിലൊക്കെ കയറി ഒന്ന് തകർത്ത് നമുക്ക് ചെയ്യാം. ഞാൻ വന്നത് ഡിസംബർ 30 31 ഇത് അവസാനിക്കും കേട്ടോ. ന്യൂ ഇയറൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇവിടെ കളറാക്കാം. വെടിക്കെട്ടോട് കൂടിയിട്ടാണ് ഇവിടുത്തെ ഈ ചന്ത അവസാനിക്കുക കേട്ടോ. ഇതിൻ്റെ അടുത്തൊരു അമ്പലമുണ്ട്, അമ്പലത്തിൻ്റെ അകത്ത് ദിവസം ഓരോ പരിപാടിയും കാര്യങ്ങളൊക്കെ, സ്റ്റേജ് പരിപാടിയും കാര്യങ്ങളൊക്കെ നടക്കലുണ്ട്. അപ്പോൾ വരാത്തവരൊക്കെ ഒന്ന് വന്നിട്ട് ഒന്ന് എക്സ്പ്ലോർ ചെയ്തോളി. ഇനി അടുത്തൊരു കൊല്ലം, അതായത് ജനുവരി ഡിസംബർ മാസം വരെ കാത്തുക്കണം ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസിന് കേട്ടോ. അപ്പോൾ കണ്ണാടിക്കൽ ഈ ചന്ത കാണാൻ വരുന്നവരൊരു കാര്യം ശ്രദ്ധിച്ചോളി. കാറൊക്കെ ആയിട്ട് വരികച്ചാൽ മാക്സിമം നേരത്തെ ഇവിടെ എത്തിച്ചേരാൻ നോക്കിക്കോളി. രാത്രിയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാറും കാര്യങ്ങളൊന്നും വെക്കാൻ ഒരു സ്ഥലം ഉണ്ടാവില്ല. ബൈക്ക് വരെ കൊണ്ടുവന്നിട്ട് രാത്രി വെക്കാൻ ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം ഇതൊരു സർവീസ് റോഡ് ആയതുകൊണ്ടും 2 സൈഡും കച്ചവടം കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് നമുക്ക് വണ്ടിയൊക്കെ പാർക്കിങ്ങിന് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ വരുന്നവരൊക്കെ ബൈക്ക് എടുത്ത് മാക്സിമം വരാൻ നോക്കുക. കാറ് വരുന്നവർ കുറച്ച് നേരത്തെ എത്തിപ്പെടാൻ നോക്കുക. കാരണം ഇന്നിവിടെ, അതായത് ഡിസംബർ 31 ഇവിടെ പരിപാടി അവസാനിക്കും. അന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ അത്രയും ക്രൗഡായിരിക്കും. അപ്പം വരുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ഞാൻ ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുക കേട്ടോ. എത്ര കണ്ടാലും മതി വരാത്ത അത്രയും കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. നമുക്കെല്ലാം ഒരു കൊടക്കീഴിൽ കാണാമെന്ന് പറയുന്ന ഒരു സംഭവം തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. തലാണ, അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട്. അപ്പം ഇവിടുന്ന് വരാമെന്നുള്ളവരൊക്കെ വേഗം വന്നോളി, കണ്ടോളി. നമ്മളെ ന്യൂ ഇയർ ഇവിടുന്ന് ആഘോഷിക്കാൻ ഇഷ്ടപ്പെട്ടവരൊക്കെ ഇവിടെ വന്നിട്ട് ആഘോഷിച്ചോളി. അപ്പം ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. താങ്ക് യു.